സിറാജ് എഡിറ്റോറിയൽ. വിവിധ രാജ്യങ്ങളിൽ എത്തിച്ചേരുന്ന പ്രവാസി പണം സംബന്ധിച്ച ലോകബാങ്കിന്റെ പുതിയ അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇത് പ്രകാരം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം. 2023 $12,500 കോടി, ഏകദേശം 10.38 ലക്ഷം കോടി രൂപ പ്രവാസി പണം ഇന്ത്യയിൽ എത്തുമെന്നാണ് ലോകബാങ്കിന്റെ വിലയിരുത്തൽ. മുൻ വർഷത്തേക്കാൾ 12.5% കൂടുതലാണിത്. GDP-യുടെ 3.4% വരും ഇത്. 10 വർഷത്തെ കണക്കെടുത്താൽ വളർച്ച 78.5%. 7,038 കോടി ആയിരുന്നു 2013 പ്രവാസി പണം. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവാസി പണത്തിന്റെ 66% ഇന്ത്യയിലേക്കാണ് എത്തുന്നത്. UAE-യും ഇന്ത്യയുമായുള്ള ഇടപാടുകളിൽ കറൻസി ഉപയോഗിക്കാമെന്ന 2023 ഫെബ്രുവരിയിലെ ഉഭയകക്ഷി കരാറാണ് പ്രവാസി പണത്തിന്റെ വരവ് വർദ്ധിക്കാൻ മുഖ്യ കാരണമെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. അടുത്ത വർഷവും പ്രവാസി പണത്തിലെ വളർച്ച തുടരും. 8% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതനുസരിച്ച് 13,500 കോടി, 11.23 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെത്തും. രാജ്യത്തിന് വൻതോതിൽ വിദേശ നാണ്യം നേടിത്തരുന്ന പ്രവാസികൾക്ക് രാജ്യം പക്ഷേ എന്താണ് തിരിച്ചു നൽകുന്നത്? ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഉൾപ്പെടെ പ്രത്യേക പാക്കേജ്, 60 കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ, പ്രവാസി വോട്ടവകാശം, വിദേശത്ത് മരണപ്പെടുന്നവരുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുക തുടങ്ങി പ്രവാസികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപവത്കരിച്ചിട്ടുണ്ട്. 2009 കേന്ദ്ര സർക്കാർ ഈ ഫണ്ട് രൂപവത്കരിച്ചത്. പ്രവാസികളെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ളതാണിത്. എന്തിനെല്ലാമാണ് ഈ തുക വിനിയോഗിക്കേണ്ടതെന്ന് വിദേശ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവാസി ഇന്ത്യക്കാരെ വിമാനമാർഗം ഇന്ത്യയിൽ എത്തിക്കുകയാണ് അതിലൊന്ന്. എന്നാൽ ഇന്ത്യക്കാർ പ്രവാസ ലോകത്ത് പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴെല്ലാം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ചതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് കെയർ ഫണ്ട്. സഹസ്ര കോടികളാണ് ഈ ഫണ്ടിലേക്ക് എത്തിയത്. പ്രവാസികളുടേതാണ് ഇതിൽ നല്ലൊരു പങ്കും. എന്നാൽ കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടും ഉപേക്ഷിച്ചും പ്രവാസികൾ രാജ്യത്തേക്ക് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാർ അവരുടെ തുണക്കെത്തിയില്ല. പ്രൈം മിനിസ്റ്റേഴ്സ് കെയർ ഫണ്ട് ഈ ആവശ്യത്തിന് വിനിയോഗിച്ചില്ല. സ്വന്തം പണം മുടക്കിയും പ്രവാസി കൂട്ടായ്മയുടെ സഹായത്തോടെയുമാണ് അവർ നാടണഞ്ഞത്. പ്രവാസികൾക്ക് കേന്ദ്ര ഫണ്ടിൽ നിന്ന് പണം മുടക്കാൻ വിസമ്മതം കാണിക്കുന്ന ഇതേ സർക്കാർ തന്നെയാണ് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടക്കാത്ത കോർപ്പറേറ്റുകളുടെ സഹസ്ര കോടികൾ ഓരോ വർഷവും എഴുതിത്തള്ളുന്നത്. കേരള ഗൾഫ് സെക്ടറുകളിൽ അമിത നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഉയർന്ന നിരക്ക്. അവധിക്കാലത്തും ഉത്സവ സീസണിലും തീവെട്ടിക്കൊള്ളയാണ്. ഇത് നിയന്ത്രിക്കാനും ന്യായമായ വിമാന നിരക്ക് ഉറപ്പുവരുത്താനും പ്രവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം കേരള MP-മാർ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞത്. അതേസമയം വിമാനയാത്രാ നിരക്കിൽ ഇടപെടാൻ എയർക്രാഫ്റ്റ് ചട്ടങ്ങൾ സർക്കാരിന് അധികാരം നൽകുന്നുണ്ടെന്ന് പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. നിരക്ക് അമിതമാണെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിന് ബോധ്യപ്പെട്ടാൽ ആവശ്യമായ ഇടപെടൽ നടത്താമെന്നാണ് ചട്ടത്തിലെ 135 വകുപ്പിലെ 4ഉം 5ഉം ഉപവകുപ്പ് പറയുന്നത്. പ്രവാസികൾ പൊതുവെ സാമ്പത്തികമായി ഉയർന്നവരാണെന്ന ധാരണയാണ് സമൂഹത്തിനെന്ന പോലെ സർക്കാരിനുമുള്ളത്. പ്രവാസികളിൽ ചുരുക്കം പേർ മാത്രമാണ് സ്വന്തമായി ബിസിനസ് ഉള്ളവരും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരും. തുച്ഛമായ ശമ്പളത്തിന് 13ഉം 14ഉം മണിക്കൂറുകൾ സൂപ്പർ മാർക്കറ്റുകളിലും കഫ്തീരിയകളിലും മറ്റുമായി ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. പൊള്ളുന്ന ചൂടും തണുത്തുറയുന്ന ശൈത്യവും സഹിച്ചാണ് നല്ലൊരു വിഭാഗവും കുടുംബത്തിനും നാടിനും വേണ്ടി പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്നത്. കുടുംബവും നാടും വിട്ട് പുറം രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടാൻ ആഗ്രഹമുള്ളവരല്ല ഇവരാരും. മാന്യമായ തൊഴിൽ നൽകുന്നതിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരാജയമാണ്
ഇവരെ അന്യരാജ്യങ്ങളിലേക്ക് വിമാനം കയറാൻ നിർബന്ധിതരാക്കുന്നത്. ഇത് രാജ്യത്തിന് വലിയൊരു അനുഗ്രഹമായി മാറുന്നുവെന്നാണ് അവർ മുഖേന ലഭ്യമാകുന്ന വിദേശ പണത്തിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. എന്നിട്ടും പ്രയാസഘട്ടങ്ങളിൽ അവരെ സഹായിക്കാനും വിമാന നിരക്കിൽ ഉൾപ്പെടെ അവർ നേരിടുന്ന ചൂഷണങ്ങൾക്ക് അറുതി വരുത്താനും സർക്കാർ ഇടപെടുന്നില്ലെന്നത് കടുത്ത അവഗണനയാണ്. ജനാധിപത്യ സർക്കാരിന് യോജിക്കാത്ത ചെയ്തിയാണിത്. വിദേശ നാണ്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കയറ്റുമതിക്കാർക്ക് കേന്ദ്രം ധാരാളം ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. എന്തേ ഇതേ സമീപനം രാജ്യത്തേക്ക് വൻതോതിൽ വിദേശ നാണ്യം എത്തിക്കുന്ന പ്രവാസികളോട് സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വിമുഖത